ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിന്നൊരു കുക്കിംഗ് വ്ളോഗാണ് കേട്ടോ. ഒരു ഈസി ആയിട്ടുള്ള ലഞ്ച് പ്രിപ്പറേഷനാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇന്ന് എൻ്റെ മെനുവിലുള്ളത് ചോറും പച്ചമോരടിച്ചതും ചമ്മന്തിയും മുട്ട പൊരിച്ചതും. എനിക്ക് ഒരു ആഗ്രഹം തോന്നിയിട്ട് ഞാൻ കിഴങ്ങ് മെഴുക്കുരട്ടിയാക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. കരിവേപ്പില അപ്പുറത്ത് നമ്മുടെ നോബിളേട്ടൻ്റെ കരിവേപ്പിൽ നിന്ന് പറിച്ചതാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ചോറിടാൻ, എപ്പോഴും മറന്നു പോകുന്നത് ചോറിടാനാണ് കേട്ടോ. ചോറ് വെച്ച് മാറ്റിയാൽ തന്നെ കുറേ പരിപാടികൾ കഴിയും. ഞാനും മമ്മിയും മാത്രമേ ഉള്ളൂ. ഡാഡി പുറത്ത് പോയേക്കാണ്. ഡിമ്പിള് നമ്മുടെ വർക്കിയുടെ ബർത്ത്ഡേക്ക് പോയേക്കാണ് കേട്ടോ. കുറച്ച് വെള്ളം കൂടി മാറ്റി. നല്ല ചുമയാണ്. ചുമ ബെറ്ററായി. വലിയ കുര നിന്നു, ചോട്ടാക്കുരയേ ഉള്ളൂ ഇപ്പോൾ. പരിപാടികൾ തുടങ്ങാം. അല്ലെങ്കിൽ അപ്പം തന്നെ 11 മണിയായി. എനിക്ക് തുണി അലക്കാനുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ കുറച്ച് സമയം നഷ്ടപ്പെട്ടു. ഞാൻ കിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് റെഡിയാക്കാം. ഇന്ന് ഞാൻ സ്റ്റാൻഡിൽ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. എന്തിനാണെന്നറിയില്ല. സ്റ്റാൻഡിൽ വെച്ചു, മൈക്ക് വെച്ചു. അല്ലെങ്കിൽ ഒരു മുഴക്കാണ് മൊത്തത്തിൽ, എന്താണെന്നറിയില്ല. കുറേ പേര് കഴിഞ്ഞ ദിവസത്തെ ക്ലീനിങ് വീഡിയോ ഇട്ടപ്പം ഭയങ്കര ഇഷ്ടമായെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കും ഒരു ആവേശം വന്നു. പിന്നെ മോറോവർ 2 ദിവസമായിട്ട് വീഡിയോ ഇടുന്നില്ല. മമ്മി പുറത്ത് ചെടികൾ ക്ലീനിങ്ങിലാണ്. കാരണം കാർ പോർച്ചിൽ നിന്ന് വണ്ടി മാറ്റിയിട്ടുണ്ട്. വണ്ടി മാറ്റുമ്പോഴാണ് കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് ഓരോന്നും ചെയ്യാൻ പറ്റുക. എനിക്കാണെങ്കിൽ ഇന്ന് കൊറിയർ അയക്കാനുണ്ട്. കുറച്ച് രൂപങ്ങൾ ഓർഡർ ഉണ്ടായിരുന്നു. ഒരാൾ 3 രൂപ ഒറ്റടിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പാക്ക് ചെയ്ത് അയക്കണം. സാങ്കേതിക തകരാർ. ഞാൻ വെള്ളത്തിലിട്ടിട്ട് പോവാൻ മറന്നുപോയി ഉള്ളി. അപ്പോഴേ ഞാൻ വിചാരിച്ചു. സത്യം പറഞ്ഞാൽ മടിയാണ് ഇന്ന്, മൊത്തത്തിൽ മടിയാണ്. രാവിലെ എണ്ണിക്കാൻ താമസിച്ചു. 6:45 കഴിഞ്ഞു എണ്ണീച്ചപ്പോൾ. ഓ, വല്ലാത്ത നീറ്റല്ലായാലും മാതാവേ. ഇപ്പോഴത്തെ സബോളയ്ക്ക് ഒടുക്കത്തെ നീറ്റാണോ, ഉള്ളിക്ക് നീറ്റാണ്. ഓ, പണ്ടൊക്കെ അമ്മേനെ കളിയാക്കുമായിരുന്നു. ഇപ്പം അതിൻ്റെ വേദന മനസ്സിലാവുന്നുണ്ട്. സില്ലി മമ്മി. മൈക്ക് വെച്ചിരിക്കുന്നതുകൊണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ശബ്ദം കേൾക്കുന്നതെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ നോയിസ് ക്യാൻസലേഷൻ കൊടുത്തിട്ടുണ്ട്. ചിലപ്പോൾ പറ കേൾക്കും, പറയാൻ പറ്റില്ല. വേസ്റ്റ് കളഞ്ഞിട്ട് വരാം. എന്താണാവോ നടന്നിട്ട് എത്തണില്ല. കത്തി ഒന്ന് മാറ്റി പിടിക്കാം. ഈ കത്തി എടുത്തത്. മടി വരുമ്പോൾ അങ്ങനെയാണല്ലോ, നമ്മൾ പലതും മറക്കും. ഇറ്റ്സ് പാർട്ട് ഓഫ് ദി ഗെയിം. ഞാൻ മമ്മിയോട് പറഞ്ഞു ഞാൻ ഈ ഡോറൊന്ന് അടച്ചിടുന്നുണ്ട് വീഡിയോ എടുക്കാനായിട്ട്. അപ്പോൾ മമ്മിയും പുറത്താണ്. അപ്പോൾ അഥവാ കൊറിയർ വന്നാലും ആളുണ്ട്. ഡിമ്പിളിൽ നിന്ന് എന്തോ കൊറിയർ വരും. അപ്പോൾ അത് ആളുള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പിന്നെ ആമസോൺ ചേട്ടനായതുകൊണ്ടെങ്കിൽ വരും, കയറി വന്ന് ബെല്ലടിച്ച് തന്നിട്ടേ പോവുള്ളൂ. ചിലർ വാതിക്ക് നിൽക്കും ബെല്ലടിച്ചിട്ട് കാത്തിട്ട്. എന്തിനാണാവോ, ഗേറ്റ് തുറന്ന് കിടന്നാലും ചിലർ ബെല്ലടിച്ചിട്ട് അവിടെ നിൽക്കും. ഡോറ് തുറന്നിട്ടുണ്ടെങ്കിൽ മിണ്ടാണ്ട് കയറി വന്നാൽ മതി.
ഓരോരോരോരോരോരോ കാര്യങ്ങളെ അതാണ് ഞാൻ നിർബന്ധിച്ച് എനിക്ക് സാധനം കൊണ്ട് തരുന്ന പോലെയാ ചിലരുടെയൊക്കെ ആറ്റിറ്റ്യൂഡ് കണ്ട. എന്താണെന്നറിയില്ല, എനിക്ക് മാത്രം തോന്നുന്നതാണോ ആവോ. പണ്ടൊക്കെ ഞങ്ങളുടെ വീട്ടിൽ കൊറിയർ വരുമ്പോൾ, നമ്മുടെ ഇപ്പം മൺറാട് വീട്ടിൽ കൊറിയർ വരുമ്പോൾ കയറി വരില്ലായിരുന്നു ആൾക്കാർ. നമ്മൾ താഴെ പോയി കളക്ട് ചെയ്യണമായിരുന്നു. ഇപ്പം അവർക്ക് തന്നെ റൂൾസ് വന്നെന്ന് കയ്യിൽ തന്നെ കൊണ്ടെത്തിക്കണം, ഇറക്കി നടത്തിക്കുക. അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ ഫ്ലാറ്റിലൊക്കെ ആണെങ്കിൽ താഴോട്ട് ഇറങ്ങി വാ, ആ സിസ്റ്റമൊക്കെ മാറ്റിയെന്ന്. നമ്മുടെ വീട്ടിൽ വന്നാലും എനിക്ക് എന്തെങ്കിലും കൊറിയർ അയക്കാൻ എനിക്ക് ഇഷ്ടമാണ്. മീൻസ് മറ്റേത് മടിയായിരുന്നു എനിക്ക്, കാരണം അമ്മ താഴെ പോകണം മേടിക്കും. പക്ഷേ ജിയോ മാർട്ടുകാർ കൊടുക്കില്ല, അത് പിന്നെ ഞാൻ നിർത്തി. എനിക്കൊന്ന് എൻ്റെ ചാക്കോൻ്റെ പ്രസവത്തിന് മുമ്പേ ജിയോ മാർട്ട് ഞാൻ നിർത്തി. കോട്ടയത്ത് ഇൻസ്റ്റാമാർട്ട് വന്നിട്ടില്ല. കോട്ടയത്ത് ഉണ്ടായിരിക്കും, പക്ഷെ മൺറാട് ഡെലിവറി ഇല്ല. ഞാൻ എപ്പം നോക്കിയാലും മൺറാട് ഡെലിവറി ഇല്ല. ബിസിനസ് ഫോണിൽ മെസ്സേജ് വരുന്നുണ്ട്, കാര്യമില്ല, ഒരനക്കവും. നിങ്ങളുടെ ശുഷ്കാന്തിയൊക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. വീണ്ടും ഇരുളടഞ്ഞ ജീവിതമായി, എന്താണെന്നറിയില്ല. ഇനി പെട്ടെന്നാട്ടോ തോന്നിയത് കിഴങ്ങ് മെഴുക്കുവരട്ടി ഉണ്ടാക്കി കഴിക്കാം, കുറേ ദിവസമായില്ലേ. വീട്ടിൽ പോയപ്പോൾ അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. 2 ദിവസത്തിനുള്ളത് ഞാൻ ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 ദിവസവും ഒരു നേരം അത് കിഴങ്ങ് ഇൻക്ലൂഡഡ് ആയിരുന്നു. എനിക്കിങ്ങനെ ബിസിനസ് തുടങ്ങിയ സമയത്ത് ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വരുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ അത് ഇഷ്ടമില്ലാണ്ടായത് എപ്പോഴാണെന്നറിയോ, നമ്മുടെ സ്റ്റാറ്റസ് ലൈക്ക് ചെയ്യാം എന്നുള്ളൊരു ഓപ്ഷൻ വന്നപ്പം അതിൻ്റെ നോട്ടിഫിക്കേഷൻ അടക്കം വന്നു തുടങ്ങി. പിന്നെ അതിപ്പോൾ ഓഫാക്കി വെക്കാം എന്നുള്ള ഒരു കണ്ടീഷൻ വന്നുകൊണ്ട് രക്ഷപ്പെട്ടു. അവിടേക്ക് എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു, കാരണം നമ്മൾ വലിയ എക്സ്പെക്റ്റേഷനിൽ ചെല്ലുമ്പോൾ ഈ നോട്ടിഫിക്കേഷൻ സ്റ്റാറ്റസ് ലൈക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ വന്നതായിരിക്കും. അപ്പോൾ ഉള്ള ദേഷ്യം കൂടും. എന്നാലും നോക്കാം. ഹലോ, ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നോ വീട്ടിൽ? കുഴപ്പമില്ലല്ലോ അല്ലേ? ചില കാര്യങ്ങൾ നമ്മൾ വിളിച്ച് ചോദിക്കണം. പുറത്തുള്ളവരെ പലതും ഏൽപ്പിക്കും. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ ദിവസം ഞാനൊരു റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, പേരൻസിന് വേണ്ടി നോമ്പ് തുറ സാധനങ്ങൾ, പേരൻസിനല്ല ഉമ്മയ്ക്ക് വേണ്ടിയിട്ട്. അപ്പം അതൊക്കെ ഭയങ്കര ഭംഗിയിൽ കിട്ടി, സന്തോഷമായി എന്ന് പറഞ്ഞു കേട്ടോ. ഇത് ഇന്നലെ കിട്ടി. അപ്പം അത് കണ്ടിട്ട് വേറൊരു മോള് ഉമ്മായിക്കും ഉപ്പായിക്കും വേണ്ടിയിട്ട് സാധനങ്ങൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറേ പേര് ഇപ്പം വെഡ്ഡിങ് ആനിവേഴ്സറിയും ഇതൊക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ആദ്യ സീസൺ സ്റ്റാർട്ട് ആവുകയാണല്ലോ, അപ്പോൾ നിങ്ങൾക്ക് റിട്ടേൺ ഗിഫ്റ്റ്സ് ഒക്കെ ചെയ്യണമെങ്കിൽ പറയൂ കേട്ടോ, നമുക്ക് സെറ്റാക്കാം. കാർഡ്സ്, താങ്ക്സ് ഗിവിങ് കാർഡ്സ്, അല്ലെങ്കിൽ ഫോട്ടോ അടിച്ചിട്ട്, അല്ലെങ്കിൽ അതിൽ കൊന്ത പിൻ ചെയ്തിട്ട്, എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പം ആവശ്യമുള്ളവർ പറയണേ. അപ്പം നമുക്ക് ആദ്യം മെഴുക്കുവരട്ടി ഉണ്ടാക്കാം. ഒരെണ്ണം അടുപ്പത്ത് കയറ്റിയാലൊരു ശമനം കിട്ടും. ഒന്ന് സ്റ്റാർട്ടിങ് ട്രബിളാണ്, വേഗം ആവും. ഇതിപ്പം നമ്മുടെ കിഴങ്ങും സബോളയും കുഞ്ഞതായിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ആരെങ്കിലും പെട്ടെന്ന് ഡോറ് തുറന്ന് കയറി വന്നാൽ പേടിക്കരുത്, അവർ പേടിക്കും, കാരണം അവരറിയണില്ലല്ലോ. നോൺ സ്റ്റിക്കിൽ വെക്കണം, ഇല്ലെങ്കിൽ മസാല ഫുള്ള് അതിലാവും. ചൂടാട്ടെ. പച്ചമോരടിക്കും, പച്ചമോര്. വലിയ മിക്സിയിലിട്ടടിക്കാം, ഇല്ലെങ്കിൽ മിക്സിക്ക് ഇടയ്ക്ക് പ്രാന്തുള്ളത്, ഒരൊറ്റ പൂത്തിരി കത്തിക്കത് ദേഷ്യം വരും. ചില ദിവസം നമുക്ക് ഒട്ടും പറ്റാത്ത ദിവസങ്ങളാണ് ഇതൊക്കെ നടക്കുക. ആദ്യം പച്ചമുളകും ഉള്ളിയും കൂടെ അടിച്ചെടുക്കുക.
ഊറ്റി തിട്ടാൽ മതി, പുകഞ്ഞു പോയാൽ തീർന്നു. ഉള്ളീൻ്റെ എരിവുകൾ വരുമ്പോഴേ കരിവേപ്പിലയും കഴുകിയിടാം. സംഭവം ഫ്രഷായിട്ട് പൊട്ടിച്ചതാ, വേണ്ട. ഇതടിക്കാം. ഇന്ന് നിങ്ങൾക്ക് ശരിക്കും മിക്സി അടിക്കുന്ന ശബ്ദം കേൾക്കാം, കാരണം മൈക്ക് ഇവിടെ ആയിരിക്കണം. റെഡി ആയിരിക്കും. റെഡി, 1 2. ചില ദിവസം ജെറ്റ് പോണ പോലെ പോകും മെസ്സേജ്. നമ്മുടെ പുളിയുള്ള മോരില്ല. ഒരു പച്ചമുളക് ഇട്ടിട്ട് തന്നെ എൻ്റെ അമ്മേ. ഓ വാട്ട ഗ്യാസ് സെറ്റ് കേടേ ഉള്ളു. ഇതിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. കഴിഞ്ഞു സെറ്റ് കേട്. നമ്മൾ പെരുന്നാളിൻ്റെ സമയത്ത് യൂസ് ചെയ്തിട്ട് കഴിഞ്ഞു. ഇപ്പോൾ ഈ മെസ്സേജ് കൊണ്ടിരിക്കുന്ന ആളുണ്ടല്ലോ, എന്നെ എപ്പോഴും മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളാണ്. പുറത്താണ്. അപ്പം അമ്മയ്ക്ക് കുരുക്കഴിക്കുന്ന മാതാവിൻ്റെയൊക്കെ രൂപം ഗിഫ്റ്റ് ചെയ്തതുപോലെ തന്നെ ഒരു സാരി വേറൊരു പേജിൽ നിന്ന് വാങ്ങിച്ചിട്ട് നമ്മളത് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്ക് സിമ്പിൾ സാരി ഇഷ്ടം എന്ന് പറഞ്ഞപ്പോൾ നമ്മളത് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളെപ്പോഴും നമുക്ക് സജഷൻസൊക്കെ തരും കേട്ടോ. മീനു എന്നാണ് പേര്. നല്ല ഒരു കൈൻഡ് ലവിങ് ലേഡിയാണ്. ഡാഡി വന്നു, ഞങ്ങളുടെ ഡാഡി വന്നു. ഇനിയിപ്പോൾ കുറച്ച് നേരം നമുക്ക് കുറേ ബഹളങ്ങൾ കേൾക്കാം കേട്ടോ, പാക്കിങ്ങിൻ്റെയും ഒക്കെ കേൾക്കാം. അപ്പം ഞാനിത് ഓടിപ്പോയിട്ട് ഇത് റെഡിയാക്കിയിട്ട് വരാം കേട്ടോ. ഇനി മോരടിക്കണം, കാണിക്കാം. ഓക്കെ, അപ്പോൾ അതേ നമ്മുടെ ചെമ്മീൻ ചമ്മന്തിക്കുള്ളത് ഞാൻ വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതവിടെ ആവുന്നുണ്ട്. ഇവിടെ കിഴങ്ങ് ആവുന്നുണ്ട്. ചോറ് വെന്തു. ഇനിയിപ്പോൾ ഇത് ഡാഡി മീൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നന്നാക്കി കറി വെക്കാനും മാറ്റി വെക്കണം. മീൻ വറക്കുക വേണം കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് ഇറ്റ്സ് ഗെറ്റിംഗ് റെഡി. ചോറ് തിളപ്പിച്ചൂറ്റാൻ കുറച്ചുണ്ട്, അത് തിളപ്പിച്ചൂറ്റണം. അങ്ങനെ കാര്യങ്ങൾ. അപ്പോൾ നമ്മുടെ ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട്. ചമ്മന്തി എന്നുള്ളത് ചമ്മന്തിപ്പൊടി ആക്കി ഞാൻ. കിഴങ്ങ് മെഴുക്ക് വരട്ടി ആയിട്ടുണ്ട്. പച്ചമോരടിച്ചതുണ്ട്. മീൻ വറക്കാനോടെ കിടക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കൂർക്കയുണ്ട് ഉണ്ടോ, കുറച്ച് കൂർക്കയുണ്ട്. ഇതാണ് ലഞ്ച്. ഇതിൽ ഒരു ലോഡ് പാത്രങ്ങൾ നമ്മളെ കാത്തിങ്ങനെ വയോടി വൈൻ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേഗം പാത്രം കഴുകാം. അപ്പോൾ നമുക്ക് പാത്രം കഴുകി തുടങ്ങാം. ഓരോന്നായിട്ട് ഒതുക്കാം. അപ്പോൾ പിന്നെ കുറച്ച് ഈസി ആയിരിക്കും. ഡാഡി തൂമുനെ വിളിക്കാൻ പോകുന്നുണ്ട്. ഇന്ന് വെറൈറ്റിക്ക് ഡോൺ ചേട്ടനാണ് ചാക്കോനെ കൊണ്ടുപോയി. ചാക്കോ ഒന്ന് സ്കൂട്ടറിൽ പോയതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ. ഡാഡിയുടെ കൂടെ സ്കൂട്ടറിൽ പോകാൻ ഭയങ്കര സന്തോഷത്തിലൊന്ന് പോയി. മമ്മിയുടെ വീഡിയോയിൽ നിങ്ങൾ കാണും, ഓൾറെഡി കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ കാണും, നാളെ കാണും. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് മിക്സി കഴുകുക. ഒട്ടും പറ്റില്ല, ഒട്ടും ഇഷ്ടമില്ല. ചോറ് ഊറ്റാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേനും അത് കഴിയും. നമ്മുടെ എല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിനും അതും കഴിയും. ഒന്ന് ഇളക്കിയെടുത്താൽ കുറച്ചും കൂടെ ചോറ് തിളപ്പിച്ച് ഊറ്റി നമ്മൾ ഓൾറെഡി.
മമ്മിയും ഡാഡിയും അപ്പുറത്ത് ബിസിനസ്സിലാണ്. അല്ല, ഡാഡി ഇപ്പോൾ പോയി, മമ്മി ബിസിനസ്സിൻ്റെ കാര്യങ്ങൾക്കായിട്ട് ഇരിക്കുകയാണ്. എനിക്ക് ഈ പാത്രം കഴുകണം, ഇങ്ങനെ പത വരണം, പത ഭയങ്കര നിർബന്ധം. ഇതുവരെ അസുഖമായിരിക്കാം, പത വരണം, അല്ലെങ്കിൽ പാത്രം കഴുകിയ ഒരു പ്രതീതി നമുക്ക് തോന്നില്ല. റൂമ് വരുന്നതിന് മുമ്പ് അവസാനിപ്പിക്കണമെന്നാണ് വിചാരിച്ചത്. പക്ഷെ അതിനിടയ്ക്ക് വർത്താനം പറയാനും ഓരോ കാര്യങ്ങൾ നോക്കാനും അഡ്രസ്സ് എഴുതാനും ഒക്കെ പോയി ഞാൻ. അപ്പോൾ ലേറ്റായി. എന്നാലും വിചാരിച്ചാലും സ്പീഡിൽ കഴിഞ്ഞു. ഇത് മറ്റേ സ്ക്രബല്ല കേട്ടോ, തുണിയുടെ മറ്റേ ഇതാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരയ്ക്കണത്. ആവി എടുക്കാം. കൂടുതൽ നമ്മൾ വറക്കാനാണ് കേട്ടോ എടുക്കുക. കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ട, വറക്കാനും ഒക്കെ മാത്രമേ ഇപ്പോൾ എടുക്കുള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ടോട്ടലി അപ്ഗ്രേഡഡ് ആയി. തേങ്ങ വറക്കാനും ഒക്കെ ആയിട്ട് പെരുന്നാളിനന്ന് എനിക്ക് തോന്നുന്നു മീൻകറി വെക്കാനെടുത്തു. കാരണം ചട്ടികൾ ഫുൾ ഓട്ടത്തിലായിരുന്നു. നമ്മൾ പല ഡിഷസും വെച്ചുകൊണ്ട് ഒക്കെ ഓട്ടത്തിലായപ്പോൾ ഇതിൽ വെച്ചു. മിക്സിയൊക്കെ ഇവിടെ വെച്ചിട്ട് കുറച്ച് നേരം വെക്കും വെള്ളം വാലാനായിട്ട്. ബാക്കിയൊക്കെ അപ്പം എടുത്ത് വെക്കും. വേഗം വേഗം അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ ഓഫാക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ നിന്നോണ്ടിരിക്കും. ഞാൻ അടുത്ത ആംഗിൾ വെച്ചിരിക്കുന്നു കേട്ടോ. കൈ ഒന്നും കൂടെ ഭയങ്കര വണ്ണായിട്ട് തോന്നണേ. വണ്ണുണ്ട്, ഇല്ലെന്നും ഞാൻ പറയണില്ല, പക്ഷെ ഭയങ്കര ഫോക്കസിൽ ഞാൻ നോക്കിയപ്പോൾ ഭയങ്കരമായിട്ട് തോന്നണം. പറഞ്ഞിട്ട് കാര്യമില്ല, ഉള്ളതല്ലേ കാണും. പക്ഷെ അതൊന്നും കൂടെ ഫോക്കസ് ചെയ്ത് എന്നേ ഉള്ളൂ. കുറേ എന്നല്ല, കുറച്ച് ഞരമ്പ് രോഗികളുണ്ട്, അവർക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അതുകൊണ്ട് പറഞ്ഞു, അവർ ഭയങ്കര പക്ക ക്ലീൻ ആൾക്കാർ കുറച്ച് പേരുണ്ട്. അവർക്ക് ആൾക്കാരെ എന്തെങ്കിലും പറയുക എന്നുള്ളത് ഭയങ്കര ഇഷ്ടം. അവരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അരി കഴുകിയ പാത്രമായിട്ട് പറയാണ്ട് സിങ്കിലോട്ട് ചുമ്മാ ഒന്ന് കഴുകി വെച്ചാൽ മതി. ചില സമയങ്ങളിൽ തോന്നുന്ന ബുദ്ധിമുട്ടുകൾ. ഒരു സുഖക്കുറവ് എന്താണെന്നറിയില്ല. ഡിമ്പിള് പോയ എൻ്റെ ഉഷാറ് ഫുള്ള് പോവും. ഡിമ്പിളുണ്ടെങ്കിൽ ഒരു സുഖമുള്ള നിങ്ങൾക്ക് ചോറ് ചെയ്യാൻ ഞങ്ങൾ തന്നെ മതി. ഞങ്ങളുണ്ട് പുറത്തൊന്നും പാണ്ട ആവശ്യമില്ല. അതുകൊണ്ടൊരു ഉന്മേഷമില്ല. അത് ഡിമ്പിള് പോയാൽ പൊതുവെ ഞങ്ങൾക്ക് ആർക്കും ഉന്മേഷം ഉണ്ടാവില്ല. പിള്ളേർക്ക് ആർക്കും ഉന്മേഷം ഉണ്ടാവില്ല. മിണ്ടില്ല ആരും. എൻ്റെ മുക്കിൽ കിടക്കും. എന്താന്നറിയില്ല. ഞങ്ങള് താഴെ മുകളിലിരുന്ന് ഒരു വീഡിയോ കോൾ ചെയ്യുന്ന ആൾക്കാരാണ്. കേട്ടാ കോമഡിയാണ്, പക്ഷെ ഞങ്ങൾ വീഡിയോ കോൾ ചെയ്തിട്ട് ഉച്ച കഴിഞ്ഞിട്ട് പാച്ചു രാത്രിയെ വിളിക്കാം. ചോർക്കും ചിരി വരിക.
ഇത് നല്ല സ്പാച്ചുലയാണ് കേട്ടോ. ഇത് മമ്മി വാങ്ങിച്ചാണ് ഓൺലൈനിൽ നിന്ന്. പറ്റിയാൽ ഞാനിതിൻ്റെ ലിങ്ക് ഇടാം. ഭയങ്കര ഈ ഒരു കോംബോ സെറ്റാണ് മമ്മി ഓർഡർ ചെയ്തത്. ഭയങ്കര യൂസ്ഫുള്ളാണ്. ഭയങ്കര യൂസ് ചെയ്യാനും ഭയങ്കര ഫ്രണ്ട്ലിയാണ്. യൂസർ ഫ്രണ്ട്ലി. പാത്രമായിട്ടുള്ള മൽപ്പിടുത്തം കഴിഞ്ഞു. കുറച്ച് പാത്രങ്ങളേ ഉള്ളൂ. കുഴപ്പമില്ല. സിവിയർ സാധനങ്ങളൊക്കെ കഴിഞ്ഞു. എന്തോ ഭയങ്കര ഉറക്കക്ഷീണം ഫീൽ ചെയ്യണം. ഉറക്കക്ഷീണം. മീൻ തിരിച്ച് വായോ. ലെറ്റ്സ് ഗോ ആൻഡ് തിരിച്ചിടൽ മീൻ. മുരിയണം. ഞാൻ സ്ലോ ഫ്ലെയിമിൽ ഇട്ടേക്കുക കുക്കാവാനായിട്ടേ. അപ്പോൾ സ്ലോ കുക്കായാൽ ടേസ്റ്റ് ഉണ്ടാവും. അയലയാണ്. അയല, മത്തി, ചൂര, കാരി. പ്രാന്തോ പറയുന്നുണ്ട് ഞാൻ. അപ്പോൾ ദേ നമ്മുടെ ലഞ്ച് റെഡി ആയിട്ടുണ്ട്. ചോറ്, മീൻ വറുത്തത്, കൂർക്കുപ്പേരി, ഓൾഡ് സ്റ്റോക്കാണ്, കിഴങ്ങ് മെഴുക്കുവരട്ടി, ചമ്മന്തിപ്പൊടി, പച്ചമോരടിച്ചത്. ഇതാണ് നമ്മുടെ ഈസി ലഞ്ച്. അടിപൊളിയായിട്ടില്ലേ? അപ്പം നമുക്ക് നാളെ വേറൊരു വ്ളോഗിൽ കാണാം കേട്ടോ.